അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. നമ്മൾ നെക്സ്റ്റ് ചാപ്റ്റർ പറയാൻ പോകുന്നത് പെർസെപ്ഷൻ ഇൻ ഓർഗനൈസേഷണൽ ബിഹേവിയർ എന്നുള്ളതാണ്. അപ്പോൾ ആദ്യമായിട്ട് ഇൻട്രൊഡക്ഷൻ ടു പെർസെപ്ഷൻ. എന്താണ് പെർസെപ്ഷൻ? പെർസെപ്ഷൻ എന്ന് പറഞ്ഞാൽ പെർസെപ്ഷൻ ഈസ് പ്രോസസ് ബൈ വിച്ച് ഇൻഡിവിജ്വൽ സെലക്ട് ഓർഗനൈസ് ആൻഡ് ഇൻ്റർപ്രറ്റ് ഇൻഫർമേഷൻ. അപ്പോൾ ഓരോ ആളുകൾ, ഓരോ വ്യക്തികൾ അവർക്ക് കിട്ടുന്ന ഇൻഫർമേഷനുകളെ എങ്ങനെയാണ് സെലക്ട് ചെയ്യുന്നത്, എങ്ങനെയാണ് അവർ അതിനെ പ്രോസസ്സ് ചെയ്യുന്നത്, അവർ ഓർഗനൈസ് ചെയ്യുന്നത്, അവർക്ക് ആവശ്യമുള്ള ഇതുകൾ ഓർഗനൈസ് ചെയ്യുന്നത് എങ്ങനെയാണ്, എന്നിട്ട് ആ ഇൻഫർമേഷനുകൾ അവർ ഇൻ്റർപ്രറ്റ് ചെയ്യുന്ന രീതി, അതിനെക്കുറിച്ചൊക്കെ പഠിക്കുന്നതാണ്. അപ്പോൾ ഇറ്റ് ഹെൽപ്സ് പീപ്പിൾ അണ്ടർസ്റ്റാൻഡ് ദെയർ എൻവയോൺമെൻറ്റ്. അപ്പോൾ ഇതിലൂടെ എന്ത് ചെയ്യാൻ പറ്റും? അവരുടെ എൻവയോൺമെൻറ്റ് നമുക്ക് ആളുകൾക്ക് അവരുടെ എൻവയോൺമെൻറ്റ് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഒരു ഓർഗനൈസേഷനിൽ ഇത് പ്രധാനമായും ഡെസിഷൻ മേക്കിംഗ്, കമ്മ്യൂണിക്കേഷൻ, മോട്ടിവേഷൻ, പെർഫോമൻസ് ഇവാലുവേഷൻ ഇതിനൊക്കെ സഹായിക്കും. അപ്പം നമുക്കൊരാളുടെ പെർസെപ്ഷൻ, അയാൾ എങ്ങനെയാണ് കാര്യങ്ങൾ എടുക്കുന്നത്, കാര്യങ്ങളെ മനസ്സിലാക്കുന്നത് എന്നൊക്കെ പഠിച്ചിട്ടുണ്ടെങ്കിൽ അയാളുടെ എങ്ങനെയാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടതെന്ന് മനസ്സിലാവും. അയാളോടുള്ള തീരുമാനങ്ങൾ എങ്ങനെയായിരിക്കണം, അയാൾക്ക് എങ്ങനെയാണ് മോട്ടിവേഷൻ ആവശ്യമുള്ളത്, അയാളുടെ പെർഫോമൻസ് എങ്ങനെ ഇവാലുവേറ്റ് ചെയ്യുന്നതൊക്കെ നമുക്ക് മനസ്സിലാവും. അപ്പോൾ സിമ്പിളായിട്ട് നമുക്ക് പെർസെപ്ഷൻ എന്താണെന്ന് പറഞ്ഞാൽ ഈസ് ഹൗ ഇൻഡിവിജ്വൽ ഇൻ്റർപ്രറ്റ് ആൻഡ് ഗിവ് മീനിങ് ടു ഇവൻറ്റ്സ്. അപ്പോൾ ഓരോ കാര്യങ്ങൾക്കും അല്ലെങ്കിൽ ഓരോ ആളുകൾക്ക് അല്ലെങ്കിൽ അവരുടെ ചുറ്റുമുള്ള സിറ്റുവേഷനുകൾക്ക് അവരെങ്ങനെയാണ് മീനിങ്ങുകൾ നൽകുന്നത്, അല്ലെങ്കിൽ അവരെങ്ങനെയാണ് ആ ഇൻഫർമേഷനുകൾ അവർക്ക് കിട്ടുന്ന ഇൻഫർമേഷനനുസരിച്ച് അവരെങ്ങനെയാണ് കാര്യങ്ങൾ ഇൻ്റർപ്രറ്റ് ചെയ്യുന്നതൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ ഓരോരുത്തർക്കും അനുസരിച്ചും എന്തായിരിക്കും പെർസെപ്ഷൻ മാറിക്കൊണ്ടേയിരിക്കും. അപ്പോൾ ഒരേ സിറ്റുവേഷനിന് ഡിഫറെൻറ്റ് പീപ്പിൾസ് വരുമ്പോൾ അവർക്ക് ഡിഫറെൻറ്റ് പെർസെപ്ഷൻ ആയിരിക്കും ലഭിക്കുക. അപ്പോൾ ഇനി നാച്ചർ ഓഫ് പെർസെപ്ഷൻ്റെ നാച്ചർ എന്ന് നാച്ചുറുകൾ എന്തൊക്കെയാണ്? അപ്പോൾ അതിലൊന്നാമതായിട്ടും സബ്ജക്റ്റീവ് ആയിരിക്കും, ഡിഫറൻസ് ടു പേഴ്സൺ. അപ്പോൾ ഓരോരുത്തരുടെയും പെർസെപ്ഷൻ വ്യത്യസ്തമായിരിക്കും. ഒരാൾക്ക് സങ്കടം ഉണ്ടായിരിക്കുന്ന കാര്യങ്ങളിൽ മറ്റൊരാൾക്ക് സങ്കടം ഉണ്ടായിരിക്കുക. ഒരാൾ ചീത്ത പറയും, ഒരാൾക്ക് വഴക്ക് കിട്ടിയാൽ അയാൾ എടുക്കുന്ന രീതി ആയിരിക്കില്ല വേറൊരാൾക്ക് കിട്ടിയാൽ. അപ്പോൾ ഇതൊക്കെ ഓരോ പേഴ്സൺ ടു പേഴ്സൺ മാറിക്കൊണ്ടേയിരിക്കും. പിന്നെ രണ്ടാമത്തെ സെലക്റ്റീവ് ആയിരിക്കും. വി ഡു നോട്ട് പെർസീവ് എവറിത്തിങ്. അപ്പോൾ എല്ലാവരും എല്ലാ കാര്യങ്ങളും, ഇപ്പോൾ എല്ലാ ആൾക്കാരും ഇൻസൾട്ടുകളെ സ്വീകരിക്കണമെന്നില്ല. അപ്പോൾ അതേമാതിരി ഓരോരുത്തർക്ക് ആവശ്യമുള്ള കാര്യങ്ങളായിരിക്കും പെർസീവ് ചെയ്യുക. പിന്നെ ഓർഗനൈസർ ആയിരിക്കും. മൈൻഡ് ഓർഗനൈസേഴ്സ് ഇൻഫർമേഷൻ മീനിങ്. അപ്പോൾ ഓരോരുത്തരുടെയും മൈൻഡ് എന്ത് ചെയ്യും? അവർക്ക് ആവശ്യമുള്ള ഇൻഫർമേഷനുകളെ എന്ത് ചെയ്യും? അവർക്ക് ആവശ്യമുള്ള രീതിയിൽ എന്ത് ചെയ്യും? ഓർഗനൈസ് ചെയ്യും. പിന്നെ ഡൈനാമിക് ആയിരിക്കും. ചേഞ്ച് വിത്ത് എക്സ്പീരിയൻസ് ആൻഡ് എൻവിറോൺമെൻറ്റ്. ഓരോരുത്തരുടെ സാഹചര്യങ്ങൾക്കനുസരിച്ച് അവരുടെ മുന്നത്തെ എക്സ്പീരിയൻസുകൾക്കനുസരിച്ചൊക്കെ എന്ത് ചെയ്യും? പെർസെപ്ഷൻ മാറിക്കൊണ്ടേയിരിക്കും. അപ്പോൾ ഈ പെർസെപ്ഷൻ ഇസ് നോട്ട് എ റിയാലിറ്റി. പെർസെപ്ഷൻ അല്ല റിയാലിറ്റി, ബട്ട് ഇൻ്റർപ്രിട്ടേഷൻ ഓഫ് റിയാലിറ്റി. നമ്മൾ അനുഭവിക്കുന്ന റിയാലിറ്റികളുടെ എന്തായിരിക്കും? ഇൻ്റർപ്രിട്ടേഷൻ ആയിരിക്കും പെർസെപ്ഷൻ എന്ന് പറയുന്നത്. പിന്നെ പെർസെപ്ഷൻ്റെ പ്രോസസ്സുകളാണ് പറയുന്നത്. മൂന്ന് സ്റ്റേജസാണ് ഇതിൽ പ്രധാനമായിട്ടുള്ളത്. ഒന്നാമത്തേത് ഈ പെർസെപ്ഷൻ ഇൻപുട്ട്. അപ്പോൾ നമ്മുടെ ഒന്നാമത്തെ പെർസെപ്ഷൻ ഇൻപുട്ട്, അത് നമ്മുടെ ത്രൂ സെൻസുകളിലൂടെ ആയിരിക്കും നമ്മൾ എന്ത് ചെയ്യുക? ഇൻഫർമേഷൻ റിസീവ് ചെയ്യുക, ഒന്ന് കാണുക, നമ്മൾ കാണുന്ന കാര്യങ്ങൾ, ഹിയറിങ്, നമ്മൾ കേൾക്കുന്നത്, നമ്മൾ ടച്ച് ചെയ്യണത്, സ്മെൽ ചെയ്യണത് കാര്യങ്ങളിലൂടെ ആയിരിക്കും എന്ത് ചെയ്യുക? നമ്മുടെ പെർസെപ്ഷൻ്റെ ഇൻപുട്ട് നമ്മൾ എടുക്കുക. പിന്നെ അടുത്ത് പെർസെപ്ഷൻ മെക്കാനിസം. അത് ഇൻക്ലൂഡ് സെലക്ഷൻ, ചൂസിങ് വാട്ട് ടു നോട്ടീസ്. എന്താണ് നമ്മുടെ പെർസെപ്ഷൻ അല്ലെങ്കിൽ നമ്മുടെ മൈൻഡ് എന്ത് ചെയ്യും? നോട്ടീസ്, നമ്മുടെ മൈൻഡിനനുസരിച്ച് അല്ലെങ്കിൽ നമ്മൾക്ക് വേണ്ട കാര്യങ്ങൾ നോട്ടീസ് ചെയ്യും. പിന്നെ ഓർഗനൈസേഷൻ അറേഞ്ചിങ് ഇൻഫർമേഷൻ. അതിന് നമുക്ക് വേണ്ട രീതിയിൽ നമ്മുടെ മൈൻഡ് എന്ത് ചെയ്യും? ഓർഗനൈസ് ചെയ്യും. പിന്നെ അതിനെ ഇൻ്റർപ്രറ്റ് ചെയ്യും. അതിന് നമ്മളുടെ ആയിട്ടുള്ള മീനിങ്ങുകൾ കൊടുക്കും. അപ്പോൾ ചില സമയത്ത് ഒരാൾ നമ്മളോട് എന്തെങ്കിലും കാര്യം പറഞ്ഞാൽ അവർ പറഞ്ഞ രീതിക്കായിരിക്കില്ല പറയപ്പെട്ട ആൾ എടുത്തിട്ടുണ്ടാകുക. അപ്പോൾ ഇതൊക്കെ ഈ പെർസെപ്ഷൻ്റെ ഇതിൽ വരുന്നതാണ്. അപ്പോൾ മൂന്നാമത്തേത് പെർസെപ്ഷൻ ഔട്ട്പുട്ട്. പിന്നീട് ആ ഔട്ട്പുട്ടിലൂടെ ആയിരിക്കും ബിഹേവിയറുകളിലായിരിക്കും അത് ഔട്ട്പുട്ട് ഉണ്ടാവുക. അതിൽ ആറ്റിറ്റ്യൂഡ്, ഒപ്പീനിയൻസ്, ആക്ഷൻസ്, ഡെസിഷൻസ്. അപ്പോൾ ഇതൊക്കെ പിന്നീട് രൂപപ്പെട്ട് വരിക ഈ ഇതിൻ്റെ പെർസെപ്ഷൻ്റെ അനുസരിച്ചായിരിക്കും. പിന്നീട് അടുത്ത് ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് പെർസെപ്ഷൻ. ഒന്നാമത്തെ ഫാക്ടേഴ്സ് ഇൻ പെർസീവർ എന്ന് പറഞ്ഞാൽ
അപ്പോൾ ആരാണോ പെർസീവ് ചെയ്യണത്, ആരാണോ ഒരു കാര്യങ്ങൾ മനസ്സിലാക്കുന്നത്, അയാളുടെ ആറ്റിറ്റ്യൂഡ്സ്, മോട്ടീവ്സ്, ഇൻട്രസ്റ്റുകൾ, എക്സ്പീരിയൻസ്, എക്സ്പെക്റ്റേഷൻസ്, ഇതൊക്കെ എന്ത് ചെയ്യും, ഒരു പെർസെപ്ഷനെ ബാധിക്കാൻ സഹായിക്കും. അപ്പോൾ അതിലുള്ള അയാളുടെ പാസ്റ്റ്, അയാളുടെ മുൻകാല അനുഭവങ്ങൾ വരും. അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരും. പിന്നെ രണ്ടാമത്തെ ഫാക്ടേഴ്സ് ഇൻ ടാർഗറ്റ്, പേഴ്സൺ ഒബ്ജക്റ്റ്. അപ്പോൾ ഫിസിക്കൽ അപ്പിയറൻസ്, ഇപ്പോൾ ഒരു സാധനത്തിൻ്റെ പുറത്തുനിന്ന് കാണുന്ന രൂപം, അല്ലെങ്കിൽ അതിൻ്റെ സൈസ്, സ്റ്റാറ്റസ്, മൂവ്മെൻറ്റ്, സൗണ്ട്. അപ്പോൾ അട്രാക്റ്റീവായിട്ടുള്ളൊരു കാര്യം എന്തായിരിക്കും, നമ്മൾ പോസിറ്റീവായിട്ട് അതിനെ എപ്പോഴും എടുക്കുക. അത്തരം ഇതാണ് ടാർഗറ്റിൽ വരുന്നത്. പിന്നെ മൂന്നാമത്തെ ഫാക്ടേഴ്സ് ഇസ് ദ സിറ്റുവേഷനുകളിലുള്ള ഫാക്ടറുകൾ. അതിൽ ടൈം, വർക്ക് സെറ്റിങ്, സോഷ്യൽ കോണ്ടെക്സ്റ്റ്. അപ്പോൾ ഓരോ ഏത് സാഹചര്യത്തിലാണ് നമ്മൾ കേൾക്കുന്നത് അല്ലെങ്കിൽ നമ്മളെ പെർസീവ് ചെയ്യുന്ന ടാർഗറ്റ് നമ്മളിലേക്ക് എത്തുന്നത് എന്നുള്ളതൊക്കെ എന്ത് ചെയ്യും, എഫക്റ്റീവ്. പിന്നെ അടുത്ത് പറയുന്നത് പെർസെപ്ഷൻ എറർസാണ്, അല്ലെങ്കിൽ ഡിസ്റ്റോർഷൻസ്, വന്നേക്കാവുന്ന തെറ്റുകൾ, പെർസെപ്ഷനിൽ വന്നേക്കാവുന്ന പ്രശ്നങ്ങൾ. ഒന്നാമത്തത് ഹാലോ എഫക്റ്റ്. വൺ പോസിറ്റീവ് ട്രൈറ്റ് ഇൻഫ്ലുവൻസസ് ഓവറോൾ ജഡ്ജ്മെൻറ്റ്. അപ്പോൾ നമ്മൾ ചില കാര്യങ്ങൾ ഒറ്റ നല്ല കാര്യം കൊണ്ട്, അല്ലെങ്കിൽ ഒരാളുടെ ഒരു നല്ല കാര്യം കൊണ്ട്, അല്ലെങ്കിൽ നല്ലൊരു സ്പീക്കറാണ്, അയാൾ നന്നായി സംസാരിക്കും എന്നുള്ളതുകൊണ്ട് നമ്മുടെ മൈൻഡ് എന്ത് ചെയ്യും, അയാൾ നല്ലൊരു വർക്കറായിട്ടും കൂടി നമ്മുടെ മൈൻഡ് കൂടി, അല്ലെങ്കിൽ ആളെ അങ്ങനെയാണ് നമ്മൾ കാണും. പിന്നെ രണ്ടാമത്താണ് ഹോൺ എഫക്റ്റ് എന്ന് പറഞ്ഞാൽ ഇതേപോലെ തന്നെ ഒരു നെഗറ്റീവ് ട്രൈറ്റ് അയാളുടെ മൊത്തം പെർസെപ്ഷനെ ബാധിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ ഒരു കമ്പനിയിൽ വർക്ക് ചെയ്യുമ്പോൾ അയാളുടെ ഒരു മോശം കാര്യം അയാളെ കുറിച്ചുള്ള മൊത്തം കൺസെപ്റ്റിനെ ബാധിക്കാൻ സാധ്യതയുണ്ട്. പിന്നെ സ്റ്റീരിയോ ടൈപ്പിങ്, ജസ്റ്റ് ബേസ്ഡ് ഓൺ ഗ്രൂപ്പ് ക്യാരക്ടറിസ്റ്റിക്സ്. ഇപ്പോൾ ഒരാൾ താഴ്ന്ന ജാതി, അല്ലെങ്കിൽ ഒരാളുടെ ജാതി, അല്ലെങ്കിൽ ജെൻഡർ എന്നൊക്കെ വെച്ചിട്ട് സ്റ്റീരിയോ ടൈപ്പ് ചെയ്യുന്നത്. ഇപ്പോൾ പണ്ടൊക്കെ ഉണ്ടായിരുന്നു ബ്ലാക്ക്സ് എപ്പോഴും അമേരിക്കൻസൊക്കെ അങ്ങനെയാണ്, ബ്ലാക്ക് ആയ ആൾക്കാർ ഫുൾ തീഫുകൾ, കള്ളന്മാരാണെന്നുള്ള രീതിയിലൊക്കെ കാണുന്നതായിട്ടൊക്കെ നമുക്ക് സാധിക്കും. അതാണ് സ്റ്റീരിയോ ടൈപ്പിങ്. പിന്നെ ഒന്ന് സെലക്റ്റീവ് പേഴ്സിങ്, സീയിങ് ഓൺലി ഇപ്പം വാട്ട് വി വാണ്ട് ടു സീ, നമുക്ക് എന്താണ് വേണ്ടത് അത് മാത്രം കാണുന്നത് ഒരു ഡിസ്റ്റോർഷനാണ്. പിന്നെ അഞ്ചാമത്തത് അസ്യൂമിങ് പ്രൊജക്ഷൻ, അസ്യൂമിങ് അതേഴ്സ് ആർ ലൈക്ക് അവർ സെൽഫ്സ്, ബാക്കിയുള്ളവർ നമ്മളെ പോലെയാണെന്നുള്ളത് ഒരു മൈൻഡ് വർക്ക് ചെയ്യുക. അങ്ങനെ നമ്മൾ ചിന്തിക്കുന്നതും ഒരു എററായിട്ട് വരാൻ സാധ്യത. പിന്നെ അടുത്തത് ഇമ്പോർട്ടൻസ് ഓഫ് പെർസെപ്ഷനാണ്. ഹോബിയിൽ പ്രധാനപ്പെട്ടതാണ് പെർസെപ്ഷൻ. ലീഡർഷിപ്പിനെ എഫക്റ്റ് ചെയ്യാൻ സാധിക്കും. ഓരോരുത്തരുടെ കാഴ്ചപ്പാട് എങ്ങനെയാണെന്നുള്ളത് ലീഡർഷിപ്പിനെ എഫക്റ്റ് ചെയ്യും. പിന്നെ കമ്മ്യൂണിക്കേഷന് സഹായിക്കും. പിന്നെ പെർഫോമൻസ് അപ്രൈസൽ എന്ന് പറഞ്ഞാൽ ഒരാളുടെ പെർഫോമൻസ് വെച്ചിട്ട് അയാൾക്ക് പുതിയ നിയമനങ്ങൾ, അല്ലെങ്കിൽ അയാൾക്ക് പുതിയ പോസ്റ്റുകൾ കൊടുക്കുക, അയാളുടെ പോസ്റ്റ് അപ്ഗ്രേഡ് ചെയ്യുക എന്നുള്ള ലെവലിൽ. പിന്നെ എംപ്ലോയി മോട്ടിവേഷൻ സഹായിക്കും. ഡിസിഷൻ മേക്കിംഗ്, റോൾസ് പെർസെപ്ഷൻ ക്യാൻ ലീഡ് ടു കോൺഫ്ലിക്റ്റ് ആൻഡ് പുവർ ഡെസിഷൻസ്. ഇപ്പോൾ പൂറായിട്ടുള്ള പെർസെപ്ഷന് വരുമ്പോൾ അത് എന്ത് ചെയ്യാനുള്ള സാധ്യതയുണ്ട്, ഗ്രൂപ്പുകൾക്കിടയിൽ കോൺഫ്ലിക്റ്റുകളും അല്ലെങ്കിൽ പുവർ ഡെസിഷൻ മേക്കിങ്ങിനൊക്കെ സാധ്യതയുണ്ട്. പിന്നെ ഇനി അടുത്തത് കൺക്ലൂഷനാണ്. എന്ന് പറഞ്ഞാൽ ഓർഗനൈസേഷൻ ബിഹേവിയറിൽ ഒരു ഇമ്പോർട്ടൻ്റ് റോള് തന്നെ പെർസെപ്ഷൻ ഉണ്ട്. എംപ്ലോയീസ് എപ്പോഴും റിയാലിറ്റിയോടായിരിക്കണം എന്നില്ല റിയാക്ട് ചെയ്യണത്. അവരെടുക്കുന്ന പെർസീവ് ചെയ്യുന്ന റിയാലിറ്റിയിലായിരിക്കും അവർ റിയാക്ട് ചെയ്യണതും അവർ വർക്ക് ചെയ്യണതൊക്കെ. അപ്പോൾ മാനേജർ എന്ത് ചെയ്യണം, എററുകളൊക്കെ തിരുത്തിയിട്ട്, അല്ലെങ്കിൽ പെർസെപ്ഷനിലുള്ള എററുകളൊക്കെ തിരുത്താനും അതിനനുസരിച്ച് മാനേജ് ചെയ്യാനും കാര്യങ്ങൾ കൊണ്ടുപോകാനൊക്കെ ശ്രദ്ധിക്കണം. അല്ലെങ്കിൽ അത് റിലേഷൻഷിപ്പ്, പരസ്പരമുള്ള ബന്ധങ്ങൾ, ലീഡർഷിപ്പിനൊക്കെ ഇമ്പ്രൂവ് ചെയ്യാനും ഇത് സഹായിക്കും. ഇത്രയൊക്കെയാണ് പറയാനുള്ളത്. അസ്സലാമു അലൈക്കും.